ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിംഗ് ശത്രുക്കളിൽ നിന്നും പൂർണ്ണമായും നിങ്ങൾക്ക് മോചനം കിട്ടാത്തത് എന്തുകൊണ്ട്. അപ്പം നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. ഓക്കെ ശത്രുക്കളിൽ നിന്നും നിങ്ങൾക്ക് മോചനം കിട്ടാത്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ അതിൽ ഫസ്റ്റ് വൺ, ഒരു നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ കൈമാറാൻ ഒരു പോസ്റ്റ്മാൻ ഇല്ലേ, നമ്മൾ ഉദ്ദേശിക്കുന്ന പോസ്റ്റ്മാൻ അല്ല, നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ കൈമാറാൻ, നിങ്ങളുടെയോ നിങ്ങളുടെ കുടുംബത്തിൻ്റെയോ പേഴ്സണൽ ഡീറ്റെയിൽസ് കൈമാറാനായിട്ട് ഉള്ള തക്കവണ്ണം ഒരു ആള് നിങ്ങളുടെ കുടുംബത്തിലോ അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു പരിപാടിയിലോ ഉണ്ട്. ഒന്നല്ലെങ്കിൽ അങ്ങനെ ആകാം, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു സമയത്ത് നിങ്ങൾ വളരെ സ്നേഹമായിരുന്നിട്ട് നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ A to Z അറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ചിലപ്പോൾ പറഞ്ഞിട്ടുള്ളതും ആകാം. കാരണം ശത്രു കുത്തിയിരിക്കുന്നത് മുഴുവനും മർമ്മസ്ഥാനങ്ങളിലാണ്. ഈ മർമ്മസ്ഥാനങ്ങളിൽ കുത്തണമെന്നുണ്ടെങ്കിൽ മർമ്മം എവിടെയാണെന്ന് അറിയണമല്ലോ. അതാണ്, അത് നല്ല രീതിക്ക് പെർഫെക്റ്റ് ആയിട്ട് അത് ചെയ്തിട്ടുണ്ട്. കാരണം നല്ല രീതിക്ക് ചെയ്ത് അതെങ്ങനെ ഒരാളെ തലകുത്തി നിർത്താം, അല്ലെങ്കിൽ മൊത്തം ഒരു കുടുംബത്തിനെ, നേരെ നിൽക്കുന്ന ഒരു കുടുംബത്തിനെ, അതില് കുഞ്ഞുങ്ങളുണ്ടാകാം, പ്രഗ്നന്റ് ആയിട്ടുള്ളവരുണ്ടാകാം, വയ്യായികളുള്ള ആളുകളുണ്ടാകാം, പ്രായമായിട്ടുള്ള ആളുകളുണ്ടാകാം, ആരും ആയിക്കോട്ടെ, അങ്ങനെയുള്ള ഇപ്പൊ ഒറ്റയ്ക്കുള്ള വ്യക്തികളും ആകാം, ആരും ആയിക്കോട്ടെ, അങ്ങനെയുള്ള ഒരു ലൈഫിനെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കുടുംബത്തിനെയോ മൊത്തം തലകുത്തി നിർത്തിച്ചു. ഈ കനകം മൂലം കാമിനി മൂലം എന്നാണല്ലോ. കാരണം ഒന്നല്ലെങ്കിൽ നിങ്ങളുടെ ശത്രുസ്ഥാനം സ്ത്രീ ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഈ പറയുന്ന എന്തെങ്കിലും ഈ ബ്ലാക്ക് മാജിക് പോലെയുള്ള പരിപാടികൾ ഏതെങ്കിലും സ്ത്രീകളെ കൊണ്ട് നടത്തിക്കുന്നതായിരിക്കാം. കാരണം ഇവിടെ അങ്ങനെയുള്ള ഒരു എനർജി കാണിക്കുന്നുണ്ട്. കാരണം ഇത് നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും അതെല്ലാം നിങ്ങൾ ചെയ്യുന്നത് എന്തും ചില സമയങ്ങളിൽ നിങ്ങൾക്ക് എതിരെ തിരിയും. നിങ്ങൾ നല്ലതായി ചെയ്യുന്ന കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് വാളായിട്ട് വരും. നിങ്ങൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും മറ്റുള്ളവരത് നെഗറ്റീവായിട്ട് എടുക്കും. നിങ്ങളാണ് എല്ലാത്തിലും കുറ്റം, നിങ്ങളാണ് പ്രശ്നം, അങ്ങനെയുള്ള രീതിയിൽ നിങ്ങൾക്ക് വേറെ എന്തോ
പ്രശ്നം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നത്, നിങ്ങൾക്ക് സംശയം അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നം, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ നിങ്ങളെ നെഗറ്റീവായിട്ട് ചിത്രീകരിക്കും. കാരണം നിങ്ങളാണ് പല കാര്യങ്ങളും കണ്ടുപിടിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്കാണ് അയ്യോ ഇനി ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ടോ, എനിക്ക് ഇനി ഇന്നതുപോലെയൊക്കെ ശരിയാക്കണം. അപ്പൊ അതിൽ നിന്ന് ആ ശരിയാക്കണം എന്നുള്ളൊരു പോയിന്റിലോട്ട് വരാൻ മുതിർന്നു നിൽക്കുന്നത് നിങ്ങളായിരിക്കും. അപ്പൊ നിങ്ങള് ഈ പല എനർജീസും തടയുന്ന ഒരു കാര്യം. അപ്പൊ നിങ്ങൾ മൊത്തത്തിൽ പ്രശ്നക്കാരാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ശരിയെന്ന് പറയുന്ന പദത്തിലോട്ട് വരാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇങ്ങനെ തർക്കങ്ങള്, പ്രശ്നങ്ങള് എല്ലാം ഇതിൻ്റെ അകത്ത് വരും. മറ്റുള്ളവർക്ക് അതിൻ്റെതായിട്ടുള്ള നിങ്ങൾ പറയുന്നതിൻ്റെ ആഴം മറ്റുള്ളവർക്ക് ചിലപ്പോൾ പിടികിട്ടത്തില്ല. നിങ്ങൾ അനുഭവിക്കുന്നതിൻ്റെ ആഴമായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ശത്രുവിന്റെ പവറിനെ കുറിച്ചായിരിക്കാം പറയുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളുടെ കാര്യങ്ങളായിരിക്കാം, അവരുടെ യഥാർത്ഥ മുഖങ്ങളെ കുറിച്ചും അവരുടെ പരിപാടികളെ കുറിച്ചും നിങ്ങൾ വാദോരാതെ സംസാരിക്കുന്നുണ്ടാവും. പക്ഷെ അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ കൊണ്ടിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഒരാൾ ചെയ്യുന്ന പ്രവൃത്തികൾ കൊണ്ടിട്ടോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ. പക്ഷെ നിങ്ങൾ നിങ്ങളെ കേൾക്കുന്ന ആളുകൾ ഇത് പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്നില്ല. അതങ്ങനെ ഇങ്ങനെ പോട്ടെ, പിന്നെ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ വെറുതെ ഇങ്ങനെ വിടുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ തോട്ടിന്റെ പ്രശ്നമാണെന്ന് പറയുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് അന്ധവിശ്വാസം ഉണ്ടെന്നോ, അല്ലെങ്കിൽ നിങ്ങൾ ആ രീതിയിൽ മറ്റുള്ളവരെ കാണുന്നത് കൊണ്ടുള്ള നിങ്ങളുടെ കണ്ണിന്റെ പ്രശ്നമാണെന്ന് വരെ പറയുന്നു. കാരണം നിങ്ങൾ ഇതൊക്കെ പറയാൻ തുടങ്ങിയത് മൊത്തത്തില് ലൈഫിന്റെ ബാലൻസ് പോയി ഉള്ള ഒരു സമയം, മൊത്തത്തിൽ നിങ്ങളുടെ പിടി വിട്ടുപോയി, കുടുംബത്തിന്റെ ഒരു പിടി വിട്ടു പോകുന്ന സമയത്തോ, അല്ലെങ്കിൽ മൊത്തത്തിൽ നിങ്ങൾ ഒരു ഉറക്കമില്ലായ്മ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കാത്ത കാര്യങ്ങൾ വരെ ആവർത്തിച്ച് നിങ്ങളുടെ അടുത്തോട്ട് വന്നുകൊണ്ടിരിക്കുമ്പോഴോ, നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ, കിട്ടേണ്ട കാര്യങ്ങൾ കിട്ടാതെ അത് കറങ്ങിത്തിരിഞ്ഞ് ഇപ്പൊ കിട്ടേണ്ടത് കറങ്ങിത്തിരിഞ്ഞ് ഒരു കുറെ നാള് കഴിഞ്ഞിട്ട് കിട്ടുന്ന ഒരവസ്ഥയോ, അല്ലെങ്കിൽ കിട്ടാതിരിക്കുന്ന അവസ്ഥയോ. കാരണം ചെറിയ കാര്യങ്ങൾ കൊണ്ട് വലിയ നഷ്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. മിസ്അണ്ടർസ്റ്റാൻഡിങ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഈ പറയുന്നത് പോലെ നിങ്ങളെ കേൾക്കാത്ത കുറച്ച് കാര്യങ്ങൾ കൊണ്ടിട്ടും, നിങ്ങളെ മനസ്സിലാക്കാത്ത കുറച്ച് കാര്യങ്ങൾ കൊണ്ടിട്ടും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇതിൻ്റെ അകത്ത് ഉണ്ടായിട്ടുണ്ട്. കാരണം നിങ്ങൾ പുറത്തു വരരുത് എന്നുള്ള രീതിയിൽ ഇങ്ങനെ എന്താ പറയാ, വരിഞ്ഞു മുറുക്കി വെച്ചിരിക്കുന്ന അവസ്ഥയാണ്. നല്ല രീതിക്ക് ഈ പറയുന്ന പോലെ ബ്ലാക്ക് മാജിക് അതിതീവ്രമായിട്ടുള്ള ഒരു ശക്തിയും ഇവിടെ കാണിക്കുന്നുണ്ട്. ഇപ്പൊ കമന്റിൽ വന്ന്, ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, കമന്റിൽ വന്നിട്ട് നിങ്ങൾ അതിനെന്താണ് പരിഹാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് നോക്കാതെ ഓരോ ആളുകൾക്കും ഓരോ രീതിയിലുള്ള ബ്ലാക്ക് മാജിക് എനർജീസ് ആയിരിക്കും. അപ്പൊ നമ്മളത് നോക്കാതെ ഞാനിങ്ങനെ പറയും, അതെന്താണ് പരിഹാരം, നിങ്ങൾക്ക് ചെയ്തു വെച്ചിരിക്കുന്നതായിരിക്കുമോ വേറെ വല്ലവർക്കും ഉള്ളതായിരിക്കോ നിങ്ങൾക്കുള്ളത്. അത് ഞാൻ പറഞ്ഞ് മടുത്തതാണ്. വീണ്ടും പിന്നെയും പരിഹാരം കമന്റിൽ കൂടി ചോദിച്ചോണ്ടിരിക്കും. ഓക്കെ. കാരണം ആ ഒരു പരിപാടികള് നേരെ പോകേണ്ട പല കാര്യങ്ങളെയും ഒരു തുലാസിൽ കെട്ടിത്തൂക്കിയ ഒരവസ്ഥ ഇവിടെ കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളെ ആയിരിക്കാം, നിങ്ങളുടെ കുടുംബത്തിനെ ആയിരിക്കാം ഒരു തുലാസിൽ കൊണ്ടേ നിർത്തുക. എന്നിട്ട് ഞാനൊന്നും അറിഞ്ഞിട്ടില്ല, ഞാനല്ല, ഞാനും എൻ്റെ കയ്യും അല്ല, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ മാറി നിൽക്കുന്ന ഒരു ഏർപ്പാട്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ ശത്രുസ്ഥാനം ചെയ്തു വെച്ചിട്ടുണ്ട്. ഒന്നല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. സഹോദര സ്ഥാനങ്ങളോ അല്ലെങ്കിൽ അമ്മയുടെ സ്ഥാനങ്ങൾ വരെ ഇവിടെ ശത്രുസ്ഥാനം ഇവിടെ കാണിക്കുന്നുണ്ട് കുറച്ചു പേർക്ക്. എല്ലാവർക്കും അല്ല, കുറച്ചു പേർക്ക്. മാതൃസ്ഥാനം, ഇപ്പൊ മാതൃസ്ഥാനം എന്ന് പറയുമ്പോ, നാടുവാഴിയാക്കുവാൻ ഒരുങ്ങി താതനപ്പോഴേ കാടുവാഴിയാക്കിയമ്മ എന്ന് പറയുന്ന പോലെ, മനസ്സിലായോ? അത് തന്നെ കാര്യം. കാരണം
അങ്ങനെയുള്ള കാര്യങ്ങൾ വരെ ഇതിൻ്റെ അകത്ത് ഉണ്ടാക്കി ആ ഒരു അവരുടേതായിട്ടുള്ള കുറേ പരിപാടികൾ, അവരുടേതായിട്ടുള്ള പ്ലാനിങ് കാര്യങ്ങളിൽ കൂടി അവര് നല്ല രീതിക്ക് ഒരുപാട് ജീവിതങ്ങളെ വിഷമത്തിലാക്കിയിരിക്കുന്നു. അതാണ് ഇതിൻ്റെ അകത്തുള്ള പ്രശ്നം. പക്ഷെ ഇവരെ കണ്ടുപിടിക്കാൻ പറ്റുക എന്ന് പറയുന്നതേ ഇവരുടെ ആ ഒരു മുഖം മൂടി വലിച്ചു കീറുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ യഥാർത്ഥ ഫേസ് അറിയാൻ പറ്റും. പക്ഷെ ഇവര് പുറമെ ഒരു എന്താ പറയാ ഒരു സ്വീറ്റാണ്, ഒരു നല്ല സ്വീറ്റ് ആയിട്ടുള്ള കാര്യമാണ് പുറമെ. അല്ലെങ്കിൽ ആരെയും പറഞ്ഞ് സംസാരത്തിലൂടെയോ പല രീതിയിലുള്ള കഴിവുകളിലൂടെയോ വീഴ്ത്താൻ ആയിട്ടുള്ള ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരാളാണ്. ആ സ്വീറ്റിന് വേറൊരു വശമുണ്ട്. നമ്മൾ ഈ പറയുന്നത് പോലെ ഈ വാള് ഏത് രീതിയിൽ കൈകാര്യം ചെയ്താലും അത് ശരീരത്തിൽ കൊണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലഡ് വരും. അതുപോലെയാണ്. കാരണം സ്വീറ്റിന്റെ അപ്പുറത്ത് പുറം ലോകത്തിന് മുമ്പിൽ സ്വീറ്റും കാര്യങ്ങൾ കാണാൻ വേണ്ടിയും പല പരിപാടികൾ ഇവരുടെ ഉദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടും ഒരു സ്വീറ്റ്നെസ് കാണിക്കുന്നതേ ഉള്ളൂ. പക്ഷെ ഇത് യാഥാർത്ഥപരമായിട്ട് അല്ലെങ്കിൽ ഒരു സത്യമായിട്ട് ഈ ഒരു ആള്, ഈ ശത്രു ആയിട്ടുള്ള ആള് അല്ലെങ്കിൽ ആളുകൾ ഒരു വളരെ മൂർച്ചയേറിയ ഒരു വാള് കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്. എന്തും ചെയ്യും, അതിനൊരു വിട്ടുവീഴ്ചയില്ല. തനിക്കെതിരെ വരുന്ന കാര്യങ്ങൾക്ക് തൻ്റെ സ്ഥാനം നഷ്ടപ്പെടാതിരിക്കാൻ, അല്ലെങ്കിൽ എന്നെക്കാളും കൂടുതൽ അവർ വളർച്ചയുണ്ടാകുമോ, അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ എന്തെങ്കിലും കാര്യങ്ങളാണോ എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ എനിക്കത് വേണം, എൻ്റെ കയ്യിൽ ഇല്ലാത്തതാണ്, അപ്പം നിങ്ങളുടേതായിട്ടുള്ള നിങ്ങളുടെ ഓണർഷിപ്പിലുള്ള പല കാര്യങ്ങളും അവർക്കെടുക്കണം. അങ്ങനെയൊക്കെയുള്ള ഒരു ഇത് എന്താ പറയുക, കാരണം എന്താണെന്നുണ്ടെങ്കിൽ അത് നല്ല രീതിക്ക് ബുദ്ധിമുട്ട് പരിപാടികൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ഇത് ഈ കുളം കലക്കി മീൻ പിടിക്കുന്ന ടീമാണോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതന്നെ നിങ്ങൾ സ്പിരിച്വലി ഒരുപാട് തിരിഞ്ഞിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ചെയ്യുന്നുണ്ട്. പക്ഷേ മനം മടുത്തു പല കാര്യങ്ങളും. ചില കാര്യങ്ങളിൽ ഒന്നല്ലെങ്കിൽ വ്യക്തിയുടെ കാര്യത്തിലായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ജീവിതത്തിന്റെ ഏതെങ്കിലും പരിപാടികളിലായിരിക്കാം, അല്ലെങ്കിൽ എന്തൊക്കെയോ സംതിങ് കാര്യങ്ങളിൽ നിങ്ങൾ മനം മടുത്ത് പോയിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യം. കാരണം എന്താ പറയാ, ഒരു ഉണർവോ ഉന്മേഷമോ ഇല്ലാതെ നിങ്ങൾ പ്രായത്തിൽ കവിഞ്ഞ ബുദ്ധിമുട്ടലുകൾ, മാനസിക ടെൻഷൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒരുപാട് ഏറ്റുമേടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യം ഇവിടെ കാണിക്കുന്നുണ്ട്. പ്രായത്തിൽ കവിഞ്ഞ ക്ഷീണമായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയാ, ഒരുപാട് ടെൻഷൻ എടുത്തു വെക്കുന്ന പരിപാടികൾ ചില സമയത്ത് നിങ്ങൾ കാണിക്കുന്നുണ്ടാവാം. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട്. കുറേ ആളുകൾ ഒരു സ്പിരിച്വലി ഉള്ള കാര്യങ്ങൾ, ഒരു നല്ല രീതിയിലോട്ടുള്ള കാര്യങ്ങളിലോട്ടൊക്കെ തിരിഞ്ഞിട്ടുണ്ട്. കാരണം ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് തന്നെ, മോചനം കിട്ടാത്തതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. അതാണ് അതിൻ്റെ ഒരു കാര്യം. അല്ല, ചെറിയ ചെറിയ ചെപ്പടി വിദ്യകളൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇത് മോചനം ഉണ്ടാവില്ല. മാറ്റേണ്ട കാര്യങ്ങൾ മാറ്റേണ്ട രീതിയിൽ തന്നെ മാറ്റണം. കുറച്ച് ഒരു 15% ആളുകൾ സ്പിരിച്വലി പല കാര്യങ്ങളിലൊക്കെ പോയി പതിയെ പതിയെ മാറ്റി വരുന്ന എനർജിയും കാണിക്കുന്നുണ്ട്. അപ്പോൾ മാറ്റേണ്ട കാര്യങ്ങൾ മാറ്റുക. ഇതിനൊക്കെ കർമ്മ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
എപ്പോഴും എന്നോട് ചോദിക്കാറുള്ള, എല്ലാവരും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കർമ്മ കിട്ടുമോ, കർമ്മ കിട്ടുമോ. കർമ്മ കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരാളുടെ തൊഴിലിനെ ബുദ്ധിമുട്ടിക്കുന്നത്, ഒരു കുടുംബത്തിനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത്, മറ്റുള്ളവരുടെ സന്തോഷത്തിനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത്, അതിനൊക്കെ ഡെഫിനറ്റ് ആയിട്ടും അതിൻ്റെതായിട്ടുള്ള കർമ്മ തന്നെ കിട്ടും. വാട്ട് യു ഗിവ് യു ഗെറ്റ്. അങ്ങനെയല്ല, ഒരു ബൂമറാങ് പോലെയുള്ള ഒരു പരിപാടിയാണ്. അതിപ്പോ സ്വിച്ച് ഇടുന്നത് പോലെ പല കാര്യങ്ങളും നമ്മളുടെ ഉദ്ദേശത്തിൽ തന്നെ നടക്കണമെന്നില്ല. ഇപ്പൊ നിങ്ങൾക്കിത് വന്നുപോയി, അപ്പൊ അത് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ മാറ്റാൻ നോക്കുക. പിന്നെ ഇപ്പൊ ആളറിഞ്ഞു കളിക്കുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചിരുന്ന അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിച്ചിരുന്ന പല വ്യക്തികളുടെ അടുത്തും കുറച്ച് കാര്യങ്ങൾ നിങ്ങളത് രഹസ്യമാക്കി വെക്കേണ്ടവ രഹസ്യമാക്കുക. കാരണം ഇത് വേറെ പല ചെവികളിലോ വേറെ പല കാര്യങ്ങളിലോ ഇത് എത്തുന്നുണ്ടാവും. നിങ്ങൾക്ക് തന്നെ അത് ചിലപ്പോൾ അവര് അറിയാതെ പറയുന്നതായിരിക്കാം, ഒന്നും വിചാരിച്ചിട്ട് പറയുന്നതല്ലായിരിക്കാം. പക്ഷെ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. മനസ്സിലായോ? അവരൊന്നും വിചാരിച്ചുകൊണ്ടായിരിക്കില്ല നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻ എന്താണെന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളുടേതായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നോ. അപ്പൊ അതൊക്കെ ഒന്ന് അത്രയും വിശ്വാസമുള്ളവരോട് മാത്രം ഷെയർ ചെയ്യുക. ഞാനിത് അങ്ങനെ പോയത് കൊണ്ട് മാത്രമാണ്, ഇവിടെ കണ്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന, നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും റെസണേറ്റ് ആയില്ല, ഒന്നും കണക്റ്റ് ആയില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോ അല്ല. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.